Yes, I'm going to meet somebody really special. Really special. എനിക്ക് കാണിച്ചു തരാം ആരാണിത്. സോ കുറേ ദിവസമായിട്ട് കാണാൻ ഇങ്ങനെ മുട്ടി നിൽക്കുന്ന ഒരാളെ കാണാൻ പോവുകയാണ് ഞാൻ. എൻ്റെ ഫേവറേറ്റ് വൺ, മൈ ഡിയറസ്റ്റ് വൺ, എന്താ പറയുക, എൻ്റെ കരൾ, എൻ്റെ ചങ്ക്, അങ്ങനെയൊക്കെ പറയാം. യെസ്, റിയലി ക്ലോസ് ടു മൈ ഹാർട്ട്, മൈ ഡിയർ വൺ. യാ, കാണിച്ചു തരാം. അപ്പോൾ ഇതാണ്ടേ നമ്മൾ ഓട്ടോയിലാണ്, ഞാൻ പോകുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആക്ച്വലി ഈ പറഞ്ഞ ആളെ മീറ്റ് ചെയ്യാൻ. എന്തായാലും നിങ്ങൾക്ക് തമ്പനയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ ആരെയെ കാണാൻ പോകുന്നതെന്ന്. ഞാൻ വരുന്ന തിരക്കിട്ട് വന്നതിൽ മസ്കാര ഇടാൻ മറന്നുപോയി, അതിൻ്റെ വിഷമമാണ് ഇപ്പോൾ കണ്ടത്. സോ ഇപ്പം ഞാനിങ്ങനെ നോക്കുവാണ്, ലുക്കൊന്നും കുഴപ്പമില്ലല്ലേ എന്നൊക്കെ. വലിയ ദഹിച്ചിട്ടില്ലായിരുന്നു എനിക്ക് ആക്ച്വലി. അങ്ങനെ താണ്ടെ ഫൈനലി നമ്മൾ കണ്ടു ഗൈസ്. അപ്പം എനിക്ക് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇവളെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ആകെ മൊത്തം ബ്ലൈൻഡായിപ്പോയി. അപ്പോൾ ഇതാണ് നമ്മളുടെ അച്ചൂടെ മാപ്പിള. ആള് ഭയങ്കര ചില്ലാണ് കേട്ടോ. നമുക്ക് കുറച്ച് നേരം തന്നിട്ട് ഷിജുവിൻ്റെ ഫ്രണ്ടിനെ അങ്ങോട്ട് മീറ്റ് ചെയ്യാൻ പോയി. ആക്ച്വലി ഷിജു എടുത്ത നല്ലൊരു തീരുമാനമായിരുന്നു അത്. നമ്മളത് ഇങ്ങനെ അപ്പോൾ 3Dക്ക് കയറിക്കുവാണ്. എങ്ങനെ ഉണ്ടെന്നൊന്നും അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ നമ്മൾ 3D ഇതെനിക്ക് കംപ്ലീറ്റ് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ആക്ച്വലി. പിന്നെ ഏതാണ്ട് 3D കഴിഞ്ഞു. അപ്പം നമ്മളിതാ പിന്നെ പുറത്ത് ഇങ്ങനെ കറങ്ങുകയാണ്. ഷിജു നമുക്ക് കുറേ ടൈം തന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കറങ്ങാനുള്ള തീരുമാനത്തിലൊടുവിൽ നമ്മൾ ഹൈലൈറ്റിലെ ബിസിനസ് പാർക്കിലോട്ട് വന്നതാണ്. അവിടെ ഇച്ചിരി നേരം വായ നോക്കിയിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടി കൊണ്ടുവന്നതാണ് ഞാൻ. ചുമ്മാ തട്ട. നമ്മളിവിടെ നേരത്തെ ഫുഡ് കഴിച്ചായിരുന്നു ഓൾറെഡി. ഞാൻ കയറി വരുമ്പോഴേ ഫുഡ് ഓർഡർ ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഇവർ. പക്ഷെ കാര്യമായിട്ടൊന്നും കഴിക്കാൻ വെച്ച് വന്നതാണ്. ഇപ്പം ഹക്കിമങ്കിലാണ്. സാധാരണ ഇവിടെ നല്ല വായ നോക്കാൻ പറ്റിയ ചെക്കന്മാരുണ്ടാവും, ഇന്നിപ്പോൾ അതുമില്ല. അതൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത് ഇങ്ങോട്ടേക്ക്. ഇന്നത്തെ കളക്ഷൻ പോലെ ഗൈസ്. ഹൗസ് ദി ഡ്രിങ്ക്? This one. Big no. No. അത് ഏതായിരുന്നു? ഭയങ്കര പുളിയാണ്. പുളി ഭയങ്കര. ഓക്കെ, അത് ബ്ലഡ് ഓറഞ്ച് സംതിങ്. ഇത് നൈസായിരുന്നു. അത് പീച്ച് മൊജിറ്റോ ആയിരുന്നു. ആൻഡ് വാട്ട് അബൌട്ട് ദിസ്? അത് നൈസായിരുന്നു. അത് നൈസായിരുന്നു. പുതിയത് മിൽക്കി ബാറോ മിൽക്ക് കേക്കോ അങ്ങനെ നല്ലോ പറഞ്ഞു. ഇറ്റ് വാസ് ഗുഡ്. യാ. സോ കെട്ടിയവന് നമ്മൾ പറഞ്ഞു, ഇവിടെ എനിക്ക് ഒറ്റയ്ക്ക് തിന്നിട്ട് പോയില്ലേ. നമുക്കൊരു ക്വാളിറ്റി ടൈം കിട്ടാനായി. ആൻഡ് ഷിജു വാസ് സോ നൈസ്. കണ്ടറിഞ്ഞ് മാറി തന്ന മഹാമനസ്കനാണ് നമ്മുടെ ഷിജു. വേറെ എന്താണ് ഈ നിമിഷത്തിൽ പറയാൻ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്നോട് ഓക്കെ. അപ്പോൾ ഷിജു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഷിജുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം അതിൻ്റെ ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ മോള് മൊത്തം നമ്മൾ ചുറ്റി കറങ്ങിയിട്ടുണ്ട്. ഇനി കയറാൻ ബാക്കി ഒരു ഷോപ്പും ഇല്ലാത്ത വിധം എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ചുമ്മാ കയറി, പ്രത്യേകിച്ചൊന്നും ഷോപ്പ് ചെയ്യാനുണ്ടായിട്ടൊന്നുമല്ല. അപ്പം ഞാനൊരു ചെരുപ്പ് മേടിച്ചായിരുന്നു, പക്ഷേ ഞാനത് കാണിച്ചിട്ടില്ല. ആക്ച്വലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചും ഷിജും ലണ്ടനിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തായാലും അവർ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടാവും ഫോർ ഷുവർ. സോ എന്താ പറയുക, ഇതെനിക്ക് അച്ഛൻ്റെ കൂടെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ലാസ്റ്റത്തെ ഒരു എന്താ പറയുക, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈമാണ്, ഒരു ക്വാളിറ്റി ടൈം. ആൻഡ് ഞാൻ ശരിക്കും ഷിജുവിനോട് ഭയങ്കര എന്താ പറയുക താങ്ക്സ് പറയണം. കാരണം എനിക്ക് അച്ഛനും കുറച്ച് ടൈം ഒറ്റയ്ക്ക് ഒരു ടൈം തന്നതിന് ഇത് ഷിജു കാണുവാണെങ്കിൽ. ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ യു ഗൈസ്. സീരിയസ്ലി നമ്മളിങ്ങനെ
എന്താ പറയുക, അവരെന്നെ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇവിടെ വരെ വന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സീരിയസ്ലി എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് പ്ലസ് സാഡാണ് ഇവർ പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ. ബട്ട് ചില ചേഞ്ചസ് വേണമല്ലോ അല്ലേ, ഫോർ ഗുഡ് റീസൺസ് റൈറ്റ്. സോ നമ്മളിതാണ്ട് ഓക്കെ ഷിജു വന്നായിരുന്നു. അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാണ്ട് കാഫെക്കാനെന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിൽ ഡിന്നർ കഴിക്കാൻ പോവാണ്. അപ്പം ഷിജു അങ്ങനെ ഭയങ്കര ഓർഡർ ചെയ്യുവാണ് ഫുഡ്. അങ്ങനെ വന്ന ഫുഡിൻ്റെ സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ അതൊക്കെ എന്താണെന്നുള്ളത്, എനിക്ക് പറയാനൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മളങ്ങനെ ഡിന്നർ കഴിച്ചു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ ഈവനിങ്, ബ്യൂട്ടിഫുൾ. ആൻഡ് താങ്ക് യു സോ മച്ച് അച്ചു ആൻഡ് ഷിജു. ഐ വാസ് സോ ഹാപ്പി. ഇങ്ങനെ എന്നെ വീട്ടിലേക്ക് അങ്ങനെ ഞങ്ങൾ പിരിയാൻ പോവാണ് ഗൈസ്. യെസ്, ഈ ഒരു സമയത്ത് ഇങ്ങനെ എന്താ പറയുക, ഒരുപാട് ടൈം, ഒരു 3 മണി തൊട്ടിട്ട് 12 മണി വരെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. എന്താ പറയുക, അടിപൊളിയായിരുന്നു.